ഇതിന് കൂടെ ദൈവം ഒരു അസുഖം കൂടെ തന്നിട്ടുണ്ട്, എന്ന് വെച്ചാൽ കരള ക്യാൻസറാണ്. ഞാൻ ഇത്രയൊക്കെ ചെയ്തതിൻ്റെ ഗുണമായിട്ട് എനിക്ക് ലാസ്റ്റ് കിട്ടിയത് ഒരു 22 ലക്ഷം രൂപ കടം. കാരണം രണ്ടായിരത്തി 2018 വേൾഡ് മലയാളി കൗൺസിൽ വിജയൻ സാറും അനൂപ് സാറും മെഡിമിക്സിൻ്റെ എൻ്റെ കെയർ ഓഫിൽ അവർ ലോകം മുഴുവൻ നടന്നിട്ട് എന്നെയാണ് തിരഞ്ഞെടുത്തത്. ഒരു ഇന്ത്യക്കൊരു മെഡൽ, ഒരു ഒളിമ്പിക്സ് മെഡലാണ് ലക്ഷ്യത്തോടു കൂടി നമ്മുടെ കേരളത്തിൻ്റെ പല ഭാഗത്തും പോയി 20 കുട്ടികളെ സെലക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് വണ്ണപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് പോരുമ്പോൾ പി സി ജോർജാണ് അവിടെ നിന്ന് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ നല്ല സ്റ്റേഡിയം, അവിടത്തേക്കാൾ നല്ല സ്റ്റേഡിയം ഇതൊക്കെ ഇതാണ് ഇതിനും കൂടെ വന്ന് അതിൽ എല്ലാ കുട്ടികളും തന്നെ ഇൻ്റർനാഷണൽ ലെവലിൽ എല്ലാ പ്രൈസ് വന്നു. അതിൽ സാന്ദ്ര മോൾസ് അവർ ഇൻ്റർനാഷണൽ വരെ പ്രൈസ് വന്നു. അവരുടെ വലിയൊരു ലക്ഷ്യമായിരുന്നു. പക്ഷേ കൊറോണ വന്ന് അവരെ ഇതാക്കി. അത് കാരണം പല കമ്പനി അവർ പല വേൾഡ് മലയാളി കൗൺസിലിൻ്റെ പല ഇത് വെച്ചായിരുന്നു. ഇതിനകത്ത് 90% പൈസ മുടക്ക് ഈ അനൂപ് സാറിനായിരുന്നു. അനൂപ് സാറ് അത് ഇടയ്ക്ക് അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നപ്പോൾ നിർത്തലാക്കി. അത് നല്ലൊരു പ്രതീക്ഷ എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്ന് ഇടയ്ക്കൊന്ന് നിന്നുപോയി. ഒരു ഒളിമ്പിക്സ് മെഡലാണ് ഞങ്ങളുടെ കണക്കൂട്ടിലിരുന്നത്. ഇപ്പോൾ സായിലുണ്ട്, മിക്കവാറും വരാൻ ചാൻസ് ഉള്ളൊരു കുട്ടിയാണ്. അവരുടെയും ലക്ഷ്യം ഫുള്ളായിട്ട് നിറവേറ്റാൻ പറ്റിയില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ട് എനിക്കുമുണ്ട്. അതിൻ്റെ അനൂപ് സാറിനെയും വിജയൻ സാറിനെയും ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ മറക്കാതെ. ഞാൻ ഇതുവരെ അവരൊരു കുറ്റം പറഞ്ഞിട്ടില്ല. അവരിട്ടേച്ച് പോയി പറയുന്ന എല്ലാവരും ഓർത്ത് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അവരാണ് എനിക്ക് നല്ല ഇത് തന്ന്. കാരണം ഇൻ്റർനാഷണൽ കോച്ചസ് ഉണ്ടെങ്കിൽ വരെ തോമസ് സാറെ തിരഞ്ഞെടുത്ത് വന്ന്. അപ്പോൾ അവരുടെ ആ ഉദ്ദേശം നിറവേറ്റാൻ എന്നെക്കൊണ്ട് പറ്റിയില്ല എന്നുള്ളതിൽ പരിഭവിക്കുന്നു. കാരണം സാമ്പത്തികമായിട്ട് ഇത്ര 2,000 രൂപ വരെ ഉണ്ടാക്കി പോകാൻ എന്നെക്കൊണ്ട് പതിയാണ്ട് വന്നു. അതാണ് ആരും സഹായിക്കാനില്ലാണ്ട് വന്നു. അത് എങ്കിലും ഞാൻ പിരിയുന്നവരെ ഉള്ള പിള്ളേരെ മുഴുവൻ ഇവിടെ നിർത്തിയാണ് നമ്മൾ ഫ്രീ ആയിട്ട് നിർത്തി. അവർ പോയി അവരവരിലേക്ക് പോയി. ഈ ജീവരാജയുടെ പേരിലുള്ള സ്കൂളിലേക്കാണ് ഞങ്ങൾ വന്നത്. ജീവരാജയുടെ ജന്മനാട്ടിലേക്ക് വന്നു. നല്ല ഗ്രൗണ്ടുണ്ട്, ഇൻഡോർ സ്റ്റേഡിയം ഉണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളിങ്ങോട്ട് വന്നത്. പക്ഷേ ഇവിടെ നേരത്തെ ഈ കൊറോണയും വന്ന് എല്ലാം കൂടെ വന്ന് അവരുടെയും ഞങ്ങളുടെയും പ്രതീക്ഷ ആയില്ല. പിന്നെ പിള്ളേരെല്ലാം മുന്നോട്ട് പോയി കഴിയുമ്പോൾ നമുക്കും വളരെ ബുദ്ധിമുട്ട് ആയി. അത് കാരണം ഞാൻ ഇന്ന് വിരമിച്ചത് മോനെ ഏൽപ്പിച്ചു. അപ്പോൾ നമ്മൾ കോച്ചിങ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അവിടെ എൻ്റെ സാധനങ്ങളാണ് മുഴുവൻ. പിള്ളേർക്ക് ഇതിലുള്ള കട്ടിലും സർവ്വവും ഇത് കഞ്ഞിപ്പരയ്ക്ക് ഇത് എല്ലാ ഉപകരണങ്ങളും ഞങ്ങൾക്കുണ്ട്. അതെല്ലാം അവർക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഞാൻ ചെയ്തോട്ടെ. മോൻ അവിടെ പോയി കോച്ചിങ് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. പോയി കഴിഞ്ഞപ്പോൾ പിള്ളേരും എല്ലാം വിട്ടുപോയി. അവിടെയാണ് നമുക്കൊരു വാളിച്ച് പറ്റിയത്. നമ്മളില്ല എന്ന് വെച്ചപ്പോൾ പിള്ളേരെല്ലാം വിട്ടുപോയി. ഇന്നത്തെ പിള്ളേർ പണ്ടത്തെ പോലെയല്ല. ഇന്ന് പിള്ളേർക്ക് ഇതൊന്നോട് ഒരു താല്പര്യമില്ല. ഇത്ര ഞങ്ങൾ ഇവിടെ വന്ന് കാണുന്നത് ഈ പൂഞ്ഞാറ് ഏരിയയിൽ നിന്ന് കോരത്തോട് വന്ന് പഠിച്ച ഒത്തിരി കുട്ടികളുണ്ടായിരുന്നു. അതെല്ലാം നല്ല ലെവലിൽ എത്തിപ്പോയി. ഇപ്പോൾ അവിടെ വന്ന് 8ാം ക്ലാസ് ആദ്യം ഞങ്ങൾ കയറി കാണുന്നത് 7-8ാം ക്ലാസ്സിലെ കുട്ടികൾ, നല്ല കുട്ടികൾ. കാരണം കോരത്തോണ്ടേക്കാൾ നല്ല കുട്ടികളായിരുന്നു. ആ പ്രതീക്ഷയായിട്ട് വന്ന്. പക്ഷേ ഇവിടുത്തെ പിള്ളേർ ആരും പങ്കെടുക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട്. ആ വരുമെന്ന് ഓർത്താൽ ഞങ്ങളിവിടെ വന്നത്. നല്ല കുട്ടികളെ കൊണ്ടാണ് വന്നത്. നമുക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാം. ഈ വേൾഡ് മലയാളി കൗൺസിലിൽ അവരുടെയും ഭാവി ഉണ്ടാക്കാമെന്ന് ഓർത്ത് വന്നു. പക്ഷേ അത് നമ്മൾ സഫലമായില്ല. അതിൽ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് ആക്കിയെടുക്കാൻ സാധിച്ചില്ലല്ലോ. കാരണം അവർ ഇത്രയും പൈസയും മുടക്കി ഇത്ര വർഷം ചെയ്ത് അവരുടെ ആ സാഫല്യം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെന്ന് പിരിയിക്കുമ്പോൾ ഈ സാന്ദ്രാമോൾ 2 ഏഷ്യൻ ഗെയിംസിൽ മെഡൽ കൊണ്ടുവന്നു. അത് അവർക്കൊരു ഗുണമായിരിക്കും. അവർക്ക് ഒരു ദക്ഷിണയായിട്ട് ഞാൻ സമർപ്പിക്കുകയാണ്. ഇനിയും മോൻ്റെ ഇതിൽ നിന്ന് ഇവർ സഹകരിക്കുകയാണെങ്കിൽ, ഈ നാട്ടുകാരിലെ പിള്ളേർ സഹകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കും. കാരണം അവനൊരു ഇൻ്റർനാഷണൽ ഇതാണ്. പോലീസ് ജീവിതം കഴിഞ്ഞ് ഇതിന് വേണ്ടിയിട്ട് തന്നെ ഇത് പറഞ്ഞ് വേറെ പല ഇതിലും പോകുന്നില്ല. കാരണം അവനും ഈ സ്പോർട്സ് എന്ന് മാത്രമായിട്ട് ഒരു ചിന്തയിലാണ് നടക്കുന്നത്. അപ്പോൾ പിള്ളേർ കിട്ടാൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയല്ലോ. കുട്ടികൾ വന്നാൽ മാത്രമേ നമുക്ക് അത് ചെയ്യാക്കുള്ളൂ. ഇപ്പോൾ രക്ഷകർത്താവിനതിൻ്റെ ഒരു ഗുണം എന്താണെന്നുള്ളത് മനസ്സിലാവുന്നില്ല. എന്നാണോ നേരത്തെ ആ മിനിമീറ്റിൽ നിന്നാണ് എനിക്ക് ഏറ്റവും കുട്ടികളെ കിട്ടിയത്. ആ മിനിമീറ്റ് നിർത്തിക്കളയുമ്പോൾ അന്ന് ഞാൻ പറഞ്ഞതാണ്, ഗവൺമെൻറ്റിനോട് പറഞ്ഞതാണ് ഇത് നിർത്തരുത് ഇവിടെ നിന്നാണ്. കാരണം മിനിമീറ്റ് എന്ന് പറഞ്ഞാൽ 8, 10, 12 വയസ്സിലുള്ള കുട്ടികളുടെയാണ്. അവിടെ നിന്നാണ് നല്ല താരങ്ങൾ വാർത്തെടുക്കാറുണ്ട്. കാരണം അവിടെ LP UP സ്കൂളിൽ കാര്യാധ്യാപകരില്ല. പക്ഷേ അധ്യാപകർ മറ്റുള്ള അധ്യാപകർ കൊണ്ടുവരുന്ന കുട്ടികളായിരുന്നു. അത് നിർത്തിയത് ഞാൻ പറഞ്ഞു നമ്മുടെ കാലിൽ മണ്ണ് തെറിച്ചു പോയി.
എന്ന് പറഞ്ഞു. അതാണ് ഇപ്പോൾ കാണുന്നത്. ആ മീറ്റ് ഇനി തുടങ്ങി വെക്കണം. എല്ലാ സ്കൂളിലും കായിക അധ്യാപനം ഉണ്ടാവും. കായിക അധ്യാപനം അവരെ പണിയെ ഇടിപ്പിക്കണം. എല്ലാവരും ഇതുകൊണ്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ പണിയും കൂടി ഇടിപ്പിച്ചാൽ പള്ളിക്കൂടത്തിൽ നിന്ന് നല്ല സഹകരണമാണെങ്കിൽ കാര്യം നടക്കുള്ളൂ. പലയിടത്തും പള്ളിക്കൂടത്തിൽ നിന്ന് സഹകരണമില്ല. ഒരു കുട്ടി വന്ന് സ്പോർട്സിന് പോകണ്ട എന്ന് ചോദിക്കുന്ന ഒത്തിരി അധ്യാപകരുണ്ട്. അതൊക്കെ ഒന്ന് മാറ്റിയെടുത്താൽ അല്ലേ ഇത് മുന്നോട്ട് പോവുള്ളൂ. ഇപ്പോഴത്തെ ഈ സിസ്റ്റം നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ കായിക അധ്യാപനം വെക്കാനും പുതിയ ഒരു ലെവലിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാ കുട്ടികൾക്കും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ രംഗത്തെ വേറെ ഒന്നുമില്ലെങ്കിൽ നല്ലൊരു ശരീരമെങ്കിലും ഉണ്ടാകും. നമുക്ക് മറ്റൊന്ന് ജോലി നമ്മൾ ചെയ്യില്ല, നല്ലൊരു അസുഖമില്ലാത്ത ഒരു ഇതുണ്ടാകും. അതാണ് എനിക്ക് പറയാനുള്ളത്. സ്കൂളുകാർ നന്നായിട്ട് സഹകരിക്കുക, ഗവൺമെൻറ്റും നന്നായിട്ട് സഹകരിക്കുക. അവർക്ക് പല പദ്ധതികളുണ്ട്, ഗവൺമെൻറ് നല്ല നല്ല പദ്ധതിയുണ്ട്, അത് നടപ്പിലാക്കുന്നില്ല എന്നുള്ളതാണ് ഇത്. ഞാൻ ഇത്രയൊക്കെ ചെയ്തതിൻ്റെ ഗുണമായിട്ട് എനിക്ക് ലാസ്റ്റ് കിട്ടിയത് ഒരു 22 ലക്ഷം രൂപ കടം. കാരണം തരാമെന്ന് പറഞ്ഞത് വല്ലതും തന്നില്ല. അതുകൊണ്ടും എൻ്റെ വീട് പണയം വെച്ചാണ് ഞാൻ കടക്കാർക്ക് കാശ് കൊടുക്കാണ്ടിരിക്കാൻ പറ്റിയില്ല, കൊടുത്തു. അത് ഞാൻ കുറേശ്ശെ വീട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഇതെല്ലാം അത് വീട്ടും തീർക്കും. ആരുടെയും പൈസ കൊണ്ട് ഞാൻ പോവുകയില്ല. അങ്ങനെ ഒരു 22 ലക്ഷം രൂപയുടെ ഇനി ഒരു 10-18 ലക്ഷം കൂടെ കാണുമെന്ന് തോന്നുന്നു. അത് കൊടുത്ത് തീർക്കും. കാരണം ദൈവാനുഗ്രഹിച്ച് എനിക്ക് പെൻഷനുണ്ട്, എൻ്റെ വീട്ട് ഇതുണ്ട്. അതെന്നാലും കൊടുത്ത് തീർക്കും, തരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇരുന്നതാണ്. പിന്നെ ഇതിന് കൂടെ ദൈവം ഒരു അസുഖം കൂടെ തന്നിട്ടുണ്ട്, എന്ന് വെച്ചാൽ കരള ക്യാൻസറാണ്. അത് ഉണ്ടായെന്ന് പറഞ്ഞാൽ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞാൽ വലിയൊരു ദൈവാനുഗ്രഹം മാത്രമാണ്. കാരണം ഈ മോളെയും കൂടെ ഇവിടെ ഇത് വെച്ച് ഇങ്ങനെ ഞാൻ പിരിയുമെന്ന് പറഞ്ഞപ്പോൾ ഉള്ള ചാനലുകാരും പത്രക്കാരും 2 ദിവസം എന്നെ ഉറക്കിയിട്ടില്ല. തൊടുകൂട് വെച്ചത് ഇങ്ങനെ ഉണ്ടായപ്പോൾ ഈ ആഹാരമൊന്നും കഴിക്കാണ്ടിരുന്ന് അവിടെ ചെന്നപ്പോൾ മുഴുവൻ ചാനലുകാരിവിടെ എന്താ ഇത് പിരിയണേ, കാരണം ഇതുള്ളവർ. അപ്പോൾ അവരുമായിട്ട് ഉച്ചവരെ സംസാരിച്ച് കഴിയുമ്പോൾ എനിക്കൊരു തലകറക്കം ഉണ്ടായി. അത് ഞാൻ പറഞ്ഞൊരു ദൈവാനുഗ്രഹം ഇത് പറഞ്ഞത്, ഒരു തലകറക്കം ഉണ്ടായി. അവിടുന്ന് ഞങ്ങൾ ഇവിടെ വന്ന് എനിക്ക് ഇക്കിളുണ്ടായി. ആ ഇക്കിളിൽ നിന്ന് ഞങ്ങൾ മാർസലീബ ഹോസ്പിറ്റലിൽ ആദ്യമായിട്ട് പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ ഒരു സിസ്റ്റർ, അന്നത്തെ പത്രങ്ങളിൽ മുഴുവൻ നമ്മളുണ്ടല്ലോ, ഒരു ദൈവം വന്ന പോലെ ഒരു സിസ്റ്റർ നമ്മുടെ അടുത്ത് ഓടി വന്നു. വന്നിട്ട് ചോദിച്ചു, മാസ്റ്റർ തോമസ് മാസ്റ്ററല്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് എന്നാ പറ്റിയെന്ന് ചോദിച്ചു. അന്നേരം ഇക്കിൾ വന്ന് ഇതാ പറ്റിയെന്ന് പറഞ്ഞു. അവരെന്നെ വിളിച്ച് ഗ്രീൻ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് എത്ര ഡോക്ടർമാരെ വിളിച്ച് പറയുമെന്ന് എനിക്കറിയാൻ പറ്റില്ല. അതിൻ്റെ അകത്ത് മുഴുവൻ ഡോക്ടർമാർ അവരെല്ലാം ചെക്ക് ചെയ്ത് ലാസ്റ്റ് വിളിച്ച് പറഞ്ഞു, മാസ്റ്റർ നമുക്കൊരു ഫുൾ ചെക്കപ്പ് ഇതുകൊണ്ട് ഇത് നിന്നു, നമുക്കൊരു ചെക്കപ്പ് ചെയ്യണം. അവർ പറഞ്ഞു പകുതി കാശ് ഞങ്ങൾ മുടക്കോളാം. അച്ഛൻ വിളിച്ച് പറഞ്ഞപ്പോൾ അവർ സമ്മതിച്ചു, അവിടുത്തെ മാനേജറിനും സമ്മതിച്ചു. അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു എനിക്ക് ഇതിൻ്റെ ആവശ്യമില്ല, കാരണം ഞാൻ മിലിറ്ററിക്കാരനാണ്, എനിക്കിത് ഫ്രീയാണ്. പിന്നെ എന്നാന്ന് ചോദിച്ചു. 10 ദിവസം അവിടെ കിടത്തി തന്നെ സർവ്വ ടെസ്റ്റും ചെയ്തു. അങ്ങനെ 10-ാം ദിവസം പറഞ്ഞു ഒരു കുഴപ്പമില്ല സാറിന് 80 വയസ്സൊന്നും ഇല്ല, 70 വയസ്സിൻ്റെ പോയിപ്പാണ് സാറ്, ഇന്ന് നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആഹാരം ഡിസ്ചാർജ് ചെയ്തേക്കും. ആ സമയമായപ്പോഴത്തേക്കും ഇച്ചിരി കഴിയുമ്പോൾ ഡോക്ടർ ഓടിക്കൊണ്ട് വന്നു. അപ്പോൾ ഒരാളെ ഇത് ഡിസ്ചാർജ് ചെയ്തതിന് ഒരു ബെഡിൻ്റെ റിസൾട്ടാണ്. കാരണം ദൈവാധീനം എന്ന് പറഞ്ഞാൽ ഇതാണ്. അല്ലെങ്കിൽ കരളിൽ ഇത് വന്നു കഴിഞ്ഞാൽ വേറെ പെൻഷനൊന്നുമില്ല, ആൾ രക്തം ഛർദ്ദിക്കും, ആൾ മരിക്കും. എൻ്റെ ചേട്ടച്ചേര് ഷൈനിയുടെ ഫാദർ അങ്ങനെ ഉണ്ടായത്, അങ്ങനെ ഇതുണ്ടാവുന്നത്. അപ്പം അവിടുന്ന് ഇത് എടുത്തു കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, സാറേ ആഹാരം കഴിച്ചു, ഇന്ന് കഴിക്കാൻ ഇന്ന് എന്നാലും പോകണ്ടേ, നമുക്ക് 2 ടെസ്റ്റും കൂടി ഒരു സംശയം കൊണ്ട് തീർത്തിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ കണ്ടുപിടിച്ചപ്പോൾ ഇവനോട് പറഞ്ഞു, ചാച്ചനോട് പറഞ്ഞ ധൈര്യമായിട്ട് ചാച്ചനോട് പറഞ്ഞു, എനക്കാൻ ധൈര്യമാണ് വിളിക്കുന്നത്. എന്നോട് പറഞ്ഞു ഇത് ഡോക്ടർ പറയും സാർ വലിയ ഭാഗ്യവാനാണ്, ഇത് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞാൽ നടക്കുകയില്ല. എന്നിട്ട് അന്ന് അവിടെ നിന്ന് പറഞ്ഞു, ശരി ഞങ്ങളത് അന്വേഷിക്കട്ടെ. കാരണം ഈ കരളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80 വയസ്സ് കഴിഞ്ഞാൽ കരൾ മാറ്റിവെക്കാൻ നടക്കുകയില്ല. പിന്നെ ഒരു ഞരമ്പ് എൻ്റെ താഴേക്കിടപ്പുണ്ട്, മുറിക്കാനും നടക്കുകയില്ല. ഇപ്പോൾ എന്ത് ചെയ്യും? അവരാലോചിക്കൊണ്ട് ഒരു 10 ദിവസം ആലോചിച്ച് ആരോടെങ്കിലും വീഴുന്നു. ലാസ്റ്റ് എന്നെ വിളിച്ച് ഇവർ ഡോക്ടർമാർ അന്വേഷിച്ച് കരിച്ചു. അങ്ങനെയാണ് ഒന്ന് കരിഞ്ഞു പോയത്. ലാസ്റ്റ് ഒരു 2-3 ഉണ്ടായി. ഇപ്പോൾ ഇന്നിരിക്കുന്നത് 20 ദിവസം കൊണ്ട് 4 ലക്ഷം രൂപയുടെ ഇഞ്ചക്ഷനാണ്. അത് ഗവൺമെൻറ് തന്നു, നമുക്ക് പൈസ ചിലവൊന്നുമില്ല. കാരണം അവിടെ അതൊക്കെയാണ് ആ ഡോക്ടർമാരുടെ ഇതും ആസ്പത്രി ചെല്ലുമ്പോഴും നമ്മുടെ മിലിറ്ററിയുടെ ഇതിവിടെ ചെല്ലുമ്പോഴും നമ്മളോടുള്ള ഗുണം ഞാൻ ചെയ്തതിൻ്റെ ആ കഷ്ടപ്പാടെല്ലാം ഞാൻ മറക്കുകയാണ്. പക്ഷേ നമുക്ക് തന്നത് ഒരു 22 ലക്ഷം രൂപ ഒരു കടം തന്നു, അത് തീരും, അതിനൊന്നും ഒരു പ്രശ്നമില്ല, അതിന് വരികയല്ല. ഞാൻ പറയുക ഇന്നത്തെ കാലത്ത് എല്ലാവരും ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്, എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ കൊടുത്തതിൻ്റെ അനുവദിച്ചത് നമ്മളെ കൊണ്ട് ഫ്രീ ആയിട്ട് എന്തെങ്കിലും 5 പിള്ളേരെ ഞാൻ നിർത്തുന്നുണ്ടായിരുന്നു. ഈ സമയം വരെ നിർത്തുന്നുണ്ട്, കഴിഞ്ഞ വർഷം വരെ നിർത്തുന്നുണ്ടായിരുന്നു.
ഈ മറ്റേ അവർ വിട്ടേച്ച് പോയതിന് ആ പിള്ളേരെ ഞാൻ പിരിയുന്നവരെ ആ പിള്ളേരെ നോക്കി അങ്ങനെയാണ് കടം വരാനുള്ളത്. വളരെ സഹായിക്കാമെന്ന് പറഞ്ഞാലും വന്നു. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ കടം പെട്ടെന്ന് കൊണ്ടുവന്ന് ഇത് വസ്തു പണയം വെച്ച് വീടും എന്നുള്ള എനിക്കുണ്ട്, ആദായമുണ്ട്, ഇതെല്ലാം കൂടെ ഉണ്ടാവും ഇതുകൊണ്ട് ആ കാഴ്ച സമുദ്രത്തിനാണ് ഇങ്ങനെ അസുഖം കണ്ടുപിടിച്ചല്ലോ, ഡോക്ടർമാരെല്ലാം കണ്ടുപിടിച്ചല്ലോ. എന്തുകൊണ്ടാണ്? എൻ്റെ കുട്ടികളുടെ പ്രാർത്ഥന ഉണ്ട് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇത് കണ്ടുപിടിക്കുക. ഡോക്ടർമാർ പറയും കരളെ വന്ന് കണ്ടുപിടിക്കാൻ ഒരു സെൻറ്റൻസ് ഉണ്ടാവുകയെന്ന് പറയുക വന്നു കഴിഞ്ഞാൽ. ലാസ്റ്റ് ചേട്ടച്ചാരും എങ്ങനെയാണ് മരിച്ചു, ലാസ്റ്റ് സമയത്താണ് കണ്ടുപിടിക്കുക. അവരെ ഒത്തിരിയൊക്കെ ചെയ്തു, കണ്ടുപിടിച്ചില്ല, പെട്ടെന്ന് രക്തം ഛർദ്ദിച്ച് പോവുകയും ചെയ്തു. അതുപോലെ സന്ദർഭം ഉണ്ടായതുകൊണ്ട് നോക്കാനായിട്ട് എൻ്റെ കൈകൊള്ളാനായിട്ട് ആസ്പത്രി ആണെങ്കിലും കൊള്ളാം, മിലിറ്ററി ആണെങ്കിലും കൊള്ളാം, എവിടെ ചെന്നാലും ഡോക്ടർമാരാണെങ്കിലും എല്ലാവരും എന്ത് സഹായം വേണം. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമ്മളിപ്പോൾ ഈ ആസ്പത്രി ചെല്ലുമ്പോഴത്തേക്കും അവരുടെ ഡോക്ടർമാരുടെയൊക്കെ ഇത് നമ്മൾ ചെല്ലുമ്പോഴത്തേക്കുള്ള അവരുടെ സന്തോഷം. ഇത് മരുന്ന് ഇഷ്ടം പോലെ അടിയുണ്ട്. മരുന്നുകൾ എൻ്റെ റൂട്ടീൻ ഇതുവരെ മരുന്നിന് പിടിച്ചിട്ടില്ല. മരുന്നും നിർത്തി ഈ വയസ്സ് വീടിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ വർഷം തന്നെ എത്ര പേരെ പിടിച്ചു നമ്മൾ കണ്ടില്ലേ. എത്ര പേര് പിടിച്ച് ഗവൺമെൻറ് പറഞ്ഞാൽ അവർ ഔട്ടൊക്കെ ചെയ്തേ, അവരെ നിർത്തിയില്ല. അല്ലെങ്കിൽ എത്ര വയസ്സ് കൂടുതൽ വന്നാൽ മണിക്കൂറുകൾ വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. ഇവിടെ എത്ര പരാതി കൊടുത്താലും ഒരു കാര്യമില്ല. ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം.